ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ടവർ ബോക്സ് ആണ്. ഈ ബോക്സിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 32 ഇഞ്ച് ഹൈറ്റാണ് വരുന്നത്. പിന്നെ ഈ ബോക്സ് ചെയ്തെടുത്തിരിക്കുന്നത് MDFിലാണ് ഈ ഒരു ബോക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൈക്കയാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്, ഫ്രണ്ടിലെ അടിയിലൊക്കെ ഒട്ടിച്ചിട്ടുള്ളത് മൈക്കയാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇത് മാറ്റ് ബ്ലാക്ക് ആണ് ഈ ഒരു ബോക്സിൻ്റെ കളർ വരുന്നത്. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള മൈക്കാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ മരത്തിൻ്റെ കളറിലുള്ള തേക്കിൻ്റെ കളറിലുള്ള മൈക്കൊക്കെ ഒട്ടിച്ച് ചെയ്യുന്നുണ്ട്, പല കളറിലുള്ള മൈക്ക് ഒട്ടിച്ച് ചെയ്യുന്നുണ്ട്. ഇതപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി എന്ന് പാർട്ടി പറഞ്ഞതാണ്. ഇത് ഏറ്റുമാനൂർക്കുള്ളതാണ് ഈ ഒരു ബോക്സ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അവർ ഉപയോഗിക്കുന്ന സ്പീക്കർ 8 ഇഞ്ചിൻ്റെ സ്പീക്കറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 5 ഇഞ്ചിൻ്റെ മിഡ് റേഞ്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ട്യൂട്ടർ ഉപയോഗിക്കുന്നത് 4 ഇഞ്ചാണ്. ഇത് ഞാൻ സ്പീക്കർ സെറ്റ് ചെയ്യാണ്ടാണ് ഇത് ഞാൻ ബോക്സ് കൊടുക്കുന്നത്. സ്പീക്കർ അവർ സെറ്റ് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. സ്പീക്കറും മിഡ് റേഞ്ചും ട്യൂട്ടറും ഒക്കെ സെറ്റ് ചെയ്തിട്ടും ഞാൻ ഈ ടവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അത് കാലി ബോക്സ് തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് കാലി ബോക്സ് ആയിട്ട്. കറക്റ്റായിട്ടുള്ള ക്രോസ് ഓവറും അതുപോലെ തന്നെ നല്ല സ്പീക്കറും ഒക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ടാവും ഈ ഒരു ബോക്സ്. ഇത് നമ്മൾ ഡെനോൺ അതുപോലെ തന്നെ പൈനിയർ പോലത്തെ AVR, യമഹ പോലത്തെ AVRനൊക്കെ ഇതുപോലുള്ള ടവർ ബോക്സ് കറക്റ്റ് അതിൻ്റെ അളവിന് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വിലയൊക്കെ അറിയണമെങ്കിൽ നമ്പർ ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന ആ നമ്പറിൽ വിളിച്ചാൽ മതി. അതായത് സ്ക്രീനിൽ കാണിക്കുന്ന ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി വില എത്രയാണ്, ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ. ഇത് 8 ഇഞ്ചിൻ്റെ ഊഫർ ഉപയോഗിക്കാനുള്ള ഒരു ടവർ ബോക്സ് ആയതുകൊണ്ടാണ് ഇത് 12mm MDFിൽ ചെയ്തിട്ടുള്ളത്. 10 ഇഞ്ചിൻ്റെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18mm MDFിലാണ് ഞാൻ ബോക്സ് ചെയ്യാറ്.